ഒരു കഥാകാരന് 3 ഡയറികളും നോവൽ അധ്യായം 3 പാർട്ട് 2. ഒരു കഥാകാരന് 3 ഡയറികളും എന്ന ഈ നോവലിൻ്റെ അധ്യായങ്ങൾ 1, 2, 3 പാർട്ട് 1ൻ്റെയും സംഗ്രഹം ഓർമ്മിക്കാൻ വേണ്ടി താഴെ കൊടുക്കുന്നു. ജയൻ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥനും ഇതുവരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു. അവിടെ താമസമാക്കിയിട്ട് 3-ാം ദിവസം ആ സ്ഥലമൊക്കെ ഒന്ന് കാണാനായി ഇറങ്ങി നടന്ന് ഒരമ്പലത്തിൽ എത്തിച്ചേരുന്നു. അവിടെ 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അയാൾ അവളുടെ അച്ഛനാണെന്ന് വിചാരിച്ച് അവളുടെ വീട്ടിൽ ചെല്ലാൻ പറയുന്നു. അവളുടെ അമ്മയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയും അവളുടെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുമായി വഴക്കുണ്ടാക്കുന്നു. അയാൾ അവളുടെ അച്ഛനല്ലെന്ന് മനസ്സിലാവുമ്പോൾ മാപ്പ് ചോദിക്കുന്നു. പിന്നീട് അവരുടെ കൂടിക്കാഴ്ചകൾ സൗഹൃദത്തിലാവുന്നു. കുട്ടിയുടെ അച്ഛൻ അവളെ വിട്ടിട്ട് പോയതുകൊണ്ട് അവർക്ക് എല്ലാ പുരുഷന്മാരോടും വെറുപ്പാണെന്ന് പറയുന്നു. അവരുടെ മനസ്സിൻ്റെ ഭാരം അകറ്റാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വരുന്നതെന്ന് അവർ പറയുന്നു. അപ്പോൾ അവരുടെ മനസ്സിന് ഇത്ര പ്രയാസം തോന്നാൻ കാരണം ചോദിക്കുമ്പോൾ അതെല്ലാം വിവരിക്കുന്ന ഡയറികളുണ്ടെന്ന് പറയുകയും ആ ഡയറികൾ ജയൻ്റെ അറിവിലേക്കായി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അയാൾ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്തു പോയ ഒരു സ്ത്രീയെക്കുറിച്ച് അയാൾക്ക് അറിയാമെന്ന് പറയുന്നു. എന്നിട്ടും അയാൾക്ക് അവരോട് വെറുപ്പില്ലെന്നും പറയുന്നു. അപ്പോൾ ഗീതയ്ക്ക് അവരുടെ കഥയറിയാൻ താല്പര്യം തോന്നുന്നു. ജയൻ അവരുടെ കഥ പറയുന്നു. പാർവതി എന്ന അയാൾ പേരിട്ട് അവരുടെ ഭർത്താവ് രാഘവൻ നായർ ഒരു ആയുർവേദ ഡോക്ടറാണ്. അവർക്ക് ഒരു ആൺകുട്ടി മാത്രം. ഭർത്താവിന് തലയിൽ ഒരു അസാധാരണ അസുഖം ബാധിച്ചു. ആദ്യം ആയുർവേദ ചികിത്സയായിരുന്നെങ്കിലും പിന്നീട് അയാളുടെ കൂട്ടുകാരനും അലോപ്പതി ഡോക്ടറുമായ സത്യപാലിൻ്റെ ചികിത്സ തേടുന്നു. പിന്നെയും അസുഖം കൂടിയപ്പോൾ ഡോക്ടർ വീട്ടിൽ വന്ന് ചികിത്സ തുടങ്ങി. ആ ഇടയ്ക്ക് ഡോക്ടറുടെ ഭാര്യ അയാളെ വിട്ടിട്ട് അവരുടെ വീട്ടിൽ പോകുന്നു. മുന്നോട്ടുള്ള കഥയറിയാൻ അധ്യായം 3 പാർട്ട് 2 വായിക്കുക. ഒരു കഥാകാരനും 3 ഡയറികളും നോവൽ അധ്യായം 3 പാർട്ട് 2. 7 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ ഡോക്ടർ വന്നത് 10ാമത്തെ ദിവസമാണ്. ഡോക്ടർ വന്നപാടെ മുറിയിലെ സോഫയിൽ കുറേ നേരം ഒന്നും പറയാതെ ഇരുന്നു. പാർവതി വിഷമത്തോടെ ചോദിച്ചു, എന്തു പറ്റി ഡോക്ടർ? കണ്ടിട്ട് മുഖം വല്ലാതിരിക്കുന്നു. എന്തു പറയാനാ പാർവതി, ഓരോരുത്തർക്കും അവരവരുടേതായ ദുഃഖങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്കുമുണ്ട്. നിങ്ങളുടെ ദുഃഖം ഒരു തരത്തിലാണെങ്കിൽ എൻ്റെ ദുഃഖം മറ്റൊരു തരത്തിൽ. അതായത് നാം എല്ലാവരും തുല്യ ദുഃഖിതരാണെന്ന് സാരം. ചിലരത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം. ഡോക്ടർ എന്താ ഈ പറയുന്നത്? അങ്ങേക്ക് ദുഃഖമെന്നോ? വലിയ വീടും കാറും നല്ല ജോലിയും സ്ഥാനമാനങ്ങളും ധാരാളം പണം. പാർവതി വാചകം പൂർത്തിയാക്കുന്നതിന് മുന്നേ ഡോക്ടർ ഇടയ്ക്ക് കയറി പറഞ്ഞു, മതി മതി, കൂടുതലൊന്നും പറയണ്ട. വീടും കാറും പണവുമൊക്കെ ആയാൽ എല്ലാം തികഞ്ഞു എന്നാണോ? പിന്നെന്ത് വേണം? ആദ്യം വേണ്ടത് മനസമാധാനമാണ്. അതാണ് എനിക്ക് കിട്ടാത്തത്. എന്ത് പറ്റി ഡോക്ടർ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്ന് തെളിച്ചു പറയൂ. എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ല. എങ്കിലും പാർവതി ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. പഠനത്തിൽ മിടുക്കനായിരുന്നതുകൊണ്ട് ഒരു ഡോക്ടറായി. പഠിക്കുന്ന സമയത്ത് സഹപാഠിയായിരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ എനിക്കിഷ്ടമായിരുന്നു. അച്ഛൻ്റെ എതിർപ്പ് മൂലം എനിക്ക് അവളെ വിവാഹം കഴിക്കാനായില്ല. പിന്നീട് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എനിക്കൊരു ധനികൻ്റെ മകളെ കല്യാണം കഴിക്കേണ്ടി വന്നു. കാറും വീടുമൊക്കെ ഭാര്യയുടേതാണ്. മാനുഷിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത അവൾക്ക് ആഡംബരത്തിലാണ് കമ്പം. സോഷ്യോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള അവൾ ക്ലബ്ബുകളിലും പാർട്ടിയിലും മറ്റുമായിട്ടാണ് കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത്. അതിലൊക്കെ പങ്കെടുത്തിട്ട് വീട്ടിൽ വരുമ്പോൾ മിക്കപ്പോഴും രാത്രി 11 മണി കഴിയാറുണ്ട്. അതേ ചൊല്ലി പലപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. ഇന്നലെ അവൾ വന്നപ്പോൾ മണി 12 ആകാറായി. എനിക്ക് ഒട്ടും ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അവളെ തല്ലി. അതിൻ്റെ ദേഷ്യത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെയും എടുത്ത് ഉടനെ തന്നെ അവൾ സ്വയം ഡ്രൈവ് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് പോയി. ഒന്ന് നിർത്തിയിട്ട് ഡോക്ടർ തുടർന്നു, എനിക്ക് ഈ വിധത്തിലാണെങ്കിൽ പാർവതിക്ക് മറ്റൊരു വിധത്തിൽ ഈ ലോകത്തിൽ ദുഃഖമില്ലാത്തവരായി ആരുമില്ല. ഓരോരുത്തരുടെയും ദുഃഖം മറ്റുള്ളവരുടേതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മാത്രം. പാർവതി ഉടനെ ഡോക്ടറെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു, വിഷമിക്കേണ്ട ഡോക്ടർ, ഭാര്യ ഉടനെ തന്നെ മടങ്ങി വരും.
വന്നാൽ അവൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലപാട് എനിക്ക് സ്വീകരിക്കേണ്ടി വരും. ഡോക്ടറുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പാർവതിക്ക് വിഷമം തോന്നി. അന്ന് പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പോയപ്പോൾ പാർവതി അയാളെ സഹതാപത്തോടെ നോക്കി നിന്നു. ഒരു ദിവസം പാർവതി ഉച്ചയ്ക്ക് ഭർത്താവിനെ ഊണ് കഴിപ്പിക്കുകയായിരുന്നു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ട് പാർവതി ചെന്ന് കതക് തുറന്നു. പതിവില്ലാതെ ഡോക്ടർ ആ സമയത്ത് വന്നപ്പോൾ പാർവതിക്ക് അതിശയം കൂറി. അവർ ചോദിച്ചു, ഡോക്ടർ പതിവില്ലാതെ ഈ സമയത്ത്? ഡോക്ടർ, ഇവിടെ അടുത്തൊരു പേഷ്യൻറ്റിനെ നോക്കിയിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെയും കൂടി കയറിയാൽ വൈകിട്ട് എനിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി. ഹസ്ബൻഡിന് ഞാൻ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കണ്ടാലും മതിയോ ഡോക്ടർ? ഓ മതി, എനിക്കത്ര ധൃതിയൊന്നുമില്ല. എന്നാൽ പാർവതി, ഒരു ഉപകാരം ചെയ്യാമോ? പിന്നെന്താ ഡോക്ടർ, പറഞ്ഞോളൂ. എനിക്ക് ഇന്നത്തെ പേപ്പറൊന്ന് എടുത്തു തരുമോ? അല്പം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതുകൊണ്ട് ഒരു പേപ്പറും ഇന്നെനിക്ക് വായിക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ തന്നെ പേപ്പർ കൊണ്ടുവന്ന് തരാം. പാർവതി പെട്ടെന്ന് തന്നെ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ഭർത്താവിന് ബാക്കി ആഹാരം കൊടുക്കാനായി പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാഘവൻ നായർ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഡോക്ടർക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഈയിടെയായി നീ വയ്ക്കുന്ന യാതൊന്നും തിന്നാൻ കൊള്ളുകയില്ല. എനിക്ക് വേണ്ട ഇതൊന്നും കൊണ്ടുപോയിക്കോ. ഉടനെ ഒരു പാത്രം വീണുടയുന്ന ശബ്ദവും കേൾക്കാൻ ഡോക്ടർക്ക് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പാർവതി ഉടഞ്ഞ പാത്രകഷ്ണങ്ങളും പെറുക്കി മുറി വൃത്തിയാക്കി. എന്നിട്ട് ഡോക്ടറെ വിളിക്കാനായി ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഒരു പാത്രം താഴെ വീഴുന്ന ശബ്ദം കേട്ടല്ലോ, എന്തു പറ്റി? രാഘവൻ നായർ പറഞ്ഞത് ഡോക്ടർ കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് പാർവതി ഇങ്ങനെ പറഞ്ഞു, ആഹാരം കൊടുക്കുന്ന നേരം എൻ്റെ കയ്യിൽ നിന്നും ആ പാത്രം വഴുതി താഴെ വീണു ഉടഞ്ഞു പോയതാണ്. പാർവതി ഭർത്താവിൻ്റെ കുറ്റം മറച്ചു പിടിച്ചതാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. എങ്കിലും ഡോക്ടർ അതിനെക്കുറിച്ചൊന്നും പിന്നെ മിണ്ടിയില്ല. ഒന്ന് നിർത്തിയിട്ട് പാർവതി തുടർന്ന് പറഞ്ഞു, ആട്ടെ, ഞാൻ അദ്ദേഹത്തിന് ആഹാരം കൊടുത്തു കഴിഞ്ഞു. പരിശോധനയ്ക്കായി ഡോക്ടർക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ആ മുറിയിലേക്ക് വരാം. ഈ പേപ്പർ മുഴുവനും എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി കൂടി വായിച്ചിട്ട് ഞാൻ രാഘവൻ നായരെ പോയി പരിശോധിക്കാം. എന്നാൽ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കട്ടെ? ആയിക്കോട്ടെ. ഡോക്ടർ പേപ്പർ വായന തുടർന്നപ്പോൾ പാർവതി ചായ ഉണ്ടാക്കാൻ പോയി. അല്പനേരം കഴിഞ്ഞ് പാർവതി ചായ ഉണ്ടാക്കി തിരികെ വന്നപ്പോഴേക്കും ഡോക്ടർ പേപ്പർ വായിച്ചു കഴിഞ്ഞ് അത് മടക്കി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് പാർവതി കൊണ്ടു കൊടുത്ത ചായ കുടിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം രാഘവൻ നായരെ പരിശോധിക്കാൻ വേണ്ടി പാർവതിയോടൊപ്പം പോയി. രാഘവൻ നായരുടെ ബിപിയും പൾസും മറ്റും പരിശോധിച്ച ശേഷം പാർവതിയോട് ചോദിച്ചു, രാഘവൻ നായർക്ക് ഗുളികകളും ടോണിക്കും ആഹാരവുമൊക്കെ സമയം അനുസരിച്ച് തന്നെ കൊടുക്കുന്നുണ്ടോ? പാർവതി, അതെല്ലാം യഥാസമയങ്ങളിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഡോക്ടർ, ഒന്നും മുടങ്ങാറില്ല. അനന്തരം ഡോക്ടർ പോകാൻ നേരത്ത് പാർവതിയോട് പറഞ്ഞു, ഞാൻ 5 ദിവസങ്ങൾ കഴിഞ്ഞ് വരാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. 5-ാമത്തെ ദിവസം ഡോക്ടർ വന്നപ്പോൾ അല്പം സന്തോഷവാനാണെന്ന് പാർവതിക്ക് തോന്നി. അത് കണ്ടിട്ട് പാർവതി ചോദിച്ചു, എന്താ ഡോക്ടർ, ഭാര്യ തിരിച്ചു വന്നോ? ഡോക്ടർ, ഇല്ല, എങ്കിലും എനിക്കിവിടെ വരുമ്പോൾ കുറച്ച് സന്തോഷം തോന്നാറുണ്ട്, പ്രത്യേകിച്ച് പാർവതിയുമായി എന്തെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ. കുറ്റബോധം മൂലം പാർവതി മുഖം താഴ്ത്തി. അവർ പറഞ്ഞു, ഡോക്ടർ, എന്താ ഈ പറയുന്നത്? ഞാനൊരു ഭാര്യയാണ്, ഒരമ്മയാണ്, എന്നോട് ഇങ്ങനെയൊന്നും ദയവ് ചെയ്ത് പറയല്ലേ. പാർവതി തൻ്റെ ദൃഷ്ടികൾ ദൂരെ എങ്ങോ കേന്ദ്രീകരിച്ചു. പാർവതി തെറ്റിദ്ധരിക്കണ്ട, ഞാനൊരു സത്യം തുറന്നു പറഞ്ഞെന്നേ ഉള്ളൂ. ഈയിടെയായി എനിക്ക് ഇവിടെ വരുമ്പോഴും പാർവതിയോട് സംസാരിക്കുമ്പോഴുമൊക്കെ മനസ്സിനൊരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ ഭാര്യയുടെയും പാർവതിയുടെയും സ്വഭാവത്തിലും സൗമ്യഭാവം കലർന്ന സംസാരത്തിലും വിനയം നിറഞ്ഞ പെരുമാറ്റത്തിലുമുള്ള വ്യത്യാസമാണ് എനിക്ക് പാർവതിയുടെ ഒരു പ്രത്യേക മമത തോന്നിക്കുവാൻ കാരണമായത്. എത്ര കുലീനത്വം നിറഞ്ഞതാണ് പാർവതിയുടെ സ്വഭാവം. അങ്ങനെയുള്ള ഒരാളോട് സംസാരിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അത്രയും ഞാൻ അർത്ഥമാക്കിയുള്ളൂ. പാർവതി തെറ്റിദ്ധരിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. പാർവതിക്കപ്പോൾ ചെറിയ കുറ്റബോധം തോന്നി.
അവർ പറഞ്ഞു, സാരമില്ല ഡോക്ടർ, ഞാൻ വെറുതെ മറ്റെന്തൊക്കെയോ ചിന്തിച്ചു പോയി. കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അനന്തരം ഡോക്ടറുടെ മൊബൈലിലേക്ക് ഒരു കാൾ വന്നു. ഡോക്ടർ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ആ കാൾ അറ്റൻഡ് ചെയ്ത ശേഷം ഡോക്ടർ പറഞ്ഞു, എനിക്ക് അർജൻറ്റായ ഒരു കേസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായി പോകണം. രാഘവൻ നായരെ പിന്നീട് വന്ന് നോക്കിക്കോളാം. ഡോക്ടർ പോകാനായി വെളിയിലേക്ക് ഇറങ്ങി. പാർവതി ചെന്ന് കതകടയ്ക്കാൻ ഒരുങ്ങി. അവർ പെട്ടെന്ന് അയ്യോ ഡോക്ടർ എന്ന് നിലവിളിച്ചു. പാർവതി ചാരിയ കതക് പെട്ടെന്ന് ഡോക്ടർ തള്ളിത്തുറന്നതുകൊണ്ട് എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് അറിയാനായി മുറിക്കുള്ളിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അല്പം ഭയചകിതനായി ചോദിച്ചു, എന്താ പാർവതി, എന്ത് സംഭവം? ഒരു കഥാകാരനും 3 ഡയറികളും എന്ന നോവലിൻ്റെ 3-ാം അധ്യായം ഈ പാർട്ട് 2 ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നോവലിൻ്റെ 4-ാം അധ്യായം ഉടനെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഈ ചാനലിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദിയും നമസ്കാരവും.